ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് കണ്ടാൽ റാണിപുരം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ലുക്ക് അറ്റ് ദിസ്. നമുക്ക് അവിടെ ചെല്ലട്ടോ, അവിടെ ചെല്ലാം. നമുക്ക് അവിടെ ചെന്ന് അവിടുത്തെ കാണാം. അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാൻ ഒരു ഭംഗിയില്ല. നോക്കിയ ദൂരത്തുനിന്ന് ഒന്നുകൂടി നോക്കിക്കോളൂ. താഴോട്ട് ഇറങ്ങാം കേട്ടോ. കാസർഗോഡിൻ്റെ അഭിമാനം എന്ന് വേണം പറയാം. ആ പാറയും ഈ കുന്നും, ഇതല്ലാതെ കാസർഗോഡുകാർക്ക് മറ്റൊന്നുമില്ല. പിന്നെ കുറേ ഭാഷകളുണ്ട് ആർക്കും വേണ്ടത്, കുറേ ഭാഷകളുണ്ട്, ഒരാൾക്കും വേണ്ടത് അല്ലേ. ഇത് മാത്രം മതി ആളുകൾക്ക്. ഇതും ബേക്കൽ ഫോർട്ടും. ബേക്കൽ ഫോർട്ട് പക്ഷെ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നില്ല. അതിന് പ്രധാന കാരണം ഞാൻ പറഞ്ഞല്ലോ, വെയിലാണ്. പകലൊന്നും വന്ന് നിൽക്കാൻ പറ്റില്ല. ഇവിടെ പിന്നെ കുറച്ച് കാറ്റെങ്കിലും കിട്ടും, കാറ്റും കിട്ടും, അത്യാവശ്യം കാട്ടിലോട്ട് ഇറങ്ങിയ തണലും കിട്ടും. കണ്ടില്ലേ, കാസർഗോഡിൻ്റെ അഭിമാനം. താഴെ എത്തിയേട്ടാ. ഇതേ കാണുന്ന കൊന്നില്ലേ, അവിടെ നിന്നാണ് കേട്ടോ ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് ആ മൊട്ട കൊന്ന് ഏറ്റവും ടോപ്പിന്ന്. അതുവഴിക്ക് വഴിയുണ്ട്, കടന്നു പോകാം. ഈ കുന്ന് ക്രോസ് ചെയ്യാതെ ഇതുവഴി കടന്നു വരാം. നമുക്ക് ഏറ്റവും നല്ലത് അവിടെ നിന്ന് കാണുന്നതാണ് കേട്ടോ. അവിടെ കയറി ഇത് കാണുക, നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, ഇതുവഴി കയറാം. ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഇവിടെ പോകുന്നില്ല കേട്ടോ. കാലം എങ്ങനെ തെന്നി താഴെ പോയാൽ പണിയാവും. കണ്ടില്ലേ, റാണിപുരം പാറയുടെ താഴെയുള്ള കാഴ്ചയാണ് കേട്ടോ. തുടക്കത്തിൽ നമ്മളിത് ആ ഭാഗത്തുണ്ടല്ലോ, ആ ഭാഗത്തൂടെ കേട്ടോ കാര്യം വന്ന് ട്രെക്കിങ് ചെയ്തത്. ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഫോറസ്റ്റ് ആർ. അവിടെ നല്ല സുഖമാണ്, നല്ല രസമാണ് ആ ട്രെക്ക് ചെയ്ത് ഇങ്ങനെ കയറിയത്. ഇതുവഴി ഇങ്ങനെ കയറി ഇങ്ങോട്ട് വരാൻ വേണ്ടി ഈ താഴെ കൂടിയാണ് കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം ട്രെക്ക് ചെയ്ത് ഈ വഴി വന്നതാണ്. പിന്നെ ഫാമിലിയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഫോറസ്റ്റുകാർ അത് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഡേഞ്ചറാണ്, ആ ഭാഗത്ത് ആനയൊക്കെ ഉണ്ടാവും. ഡീപ്പ് ഫോറസ്റ്റാണ്, കണ്ടില്ലേ, ആ ഒരു ചുറ്റും ഡീപ്പ് ഫോറസ്റ്റാണ്. ആ ഭാഗത്ത് ആനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫോറസ്റ്റുകാർ സ്റ്റോപ്പ് ചെയ്തിരിക്കുക. കണ്ടില്ലേ പാറ. ഈ ബോർഡൊക്കെ ഇപ്പം ആദ്യമായിട്ടോ. നേരത്തെ ഞങ്ങൾ ഇതിന് മേലൊക്കെ കയറിയിരുന്നു കേട്ടോ. ഇപ്പം നിയമമൊക്കെ കർശനമാക്കിയിട്ടുണ്ട്. അതിന് മേലെ കയറി തോന്നിയ ദിവസം കാണിക്കുന്നുണ്ടേ. ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഫോറസ്റ്റുകാരെ നമുക്ക് വേണ്ടിയല്ലേ. ഇങ്ങോട്ടേക്ക് പോകണ്ട, കുഴപ്പമില്ല. ഇവിടെ കയറരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം കയറാൻ പറ്റുമോ. നല്ല കാഴ്ച ഉണ്ടേ. അതിന് മേലെ ഡേഞ്ചറാണ് കേട്ടോ. എന്നിട്ടും ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ഏത് വഴിയാണ് പോകുന്നതെന്ന് ഇപ്പോഴും ഒരു പിടുത്തമില്ല. ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്, കണ്ടില്ലേ. കയറി പോകുന്നുണ്ട്. റിസ്ക് എടുക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ജീവിതമാണ്. ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു കാര്യം നല്ല വഴിയാണ് കേട്ടോ. ഗുഹയുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഞങ്ങൾ കയറി പോയിരുന്നു. ഇപ്പോൾ പറ്റുമോയെന്നറിയില്ല. എല്ലാം ഹാൻഡിൽ വെച്ച് അടച്ചിരിക്കുക. ശ്രമിക്കട്ടോ അങ്ങോട്ട് പോകാൻ പറ്റുമോ. ഇവിടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. ഇതുകൊണ്ടില്ലേ പോകുന്നുണ്ട്. അതായത് നമുക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഇടം വരെ വന്നിട്ട് ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ മോശമല്ലേ അല്ലേ? നിങ്ങളെ കൂടി കാണിച്ച് തരാതെ പിന്നെ എന്ത് ട്രാവൽ ബ്ലോഗാണ്, എന്ത് അഡ്വഞ്ചറാണ്? അഡ്വഞ്ചറൊന്നും വേണ്ട നമുക്ക്. എന്തായാലും കണ്ടില്ലേ ഇവിടെ ഒരു ഗുഹയുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ വലിയ ക്ലിഫാണ്, കാണിച്ചു തരാം. ഇറങ്ങുമ്പോൾ സൂക്ഷിക്കാം കേട്ടോ, മഴക്കാലത്തൊന്നും ഇറങ്ങിയേക്കരുത്. അങ്ങ് താഴെ ഗുഹയിൽ കിടക്കും. ചിലപ്പോൾ പുലിയോ അല്ലെങ്കിൽ കടുവയോ ഒക്കെ ഉണ്ടെങ്കിൽ കടിച്ച് കയറി ശരിയാക്കുകയും ചെയ്യും. അതൊന്നുമില്ല, പുലി കാണും കേട്ടോ, കടുവയൊന്നും കാണില്ല. പുലി ഇറങ്ങുന്നുണ്ട് എന്ന് പറയാറുണ്ട്, പൊതുവെ കേൾക്കാറുണ്ട് ഞാൻ. ഇത് കണ്ടില്ലേ, ഈ വഴി നമുക്ക് ഇറങ്ങിപ്പോകുന്നതാകട്ടെ. ഇവിടെ ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിലേക്ക് പറ്റില്ല, ശ്രമിക്കാം നമുക്ക്. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗുഹ. ഇനി താഴെ ഒരെണ്ണമുണ്ട്, അത് കേട്ടാ സൂക്ഷിച്ചിറങ്ങുക. അവിടെ ഇതെന്ത് പരിപാടിയാണെന്ന് അറിഞ്ഞില്ല, ഇത് ചെയ്യരുത് കേട്ടോ. കണ്ടില്ലേ, ഇവിടുത്തെ ഗുഹയാണ് കേട്ടോ, വെള്ളം ഉറ്റി വരുന്നുണ്ട് കേട്ടോ. ഇറങ്ങാം. താഴെ ഒരെണ്ണമുണ്ട്, താഴെ പറ്റുമെന്നറിയില്ല, ശ്രമിക്കാം. ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കുട്ടികളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇവർ ഹാൻഡിൽ വെച്ച് അടച്ചിരിക്കുന്നത്. ചെന്നോക്കാം നമുക്ക്. ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ മോശമല്ലേ? പന്ന പരിപാടി എല്ലായിടത്തും കേട്ടോ, പേരെഴുതിയിരിക്കുന്ന പരിപാടി. അല്ല പുലിയോ അങ്ങനെ എന്തെങ്കിലും കാണോ? ഒറ്റയ്ക്കുള്ളൂ, കുഴപ്പമില്ല. കണ്ടല്ലേ, മൊത്തം പാറക്കൂട്ടമാണ്. റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുകൾ റിസ്ക് എടുക്കരുത് കേട്ടാ. കണ്ടില്ലേ, ഞാനും വിജയേട്ടൻ ഇറങ്ങിയിട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ മേലെ നിന്ന് തിരിച്ചു പോയിരുന്നു. വിജയേട്ടൻ്റെ പേടി കണ്ടിട്ടേ മേലെ തിരിച്ചു പോയതാ. അല്ലേ, കടക്കാൻ പറ്റും. ലുക്ക് അറ്റ് ദിസ്. ചെല്ലാം കേട്ടോ, അവിടെ ആൾക്കാരൊക്കെ ചെല്ലുന്നുണ്ട്. വേണ്ട, ഞാൻ പോകുന്നില്ല, റിസ്ക് എടുക്കുന്നില്ല കേട്ടാ. ഇതുവരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ആൾക്കാർ. കണ്ടില്ലേ, റാണിപുരത്തിൻ്റെ ഈ കാഴ്ചകളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. കണ്ടോളൂ. ഇങ്ങനെ ഒരു ഗുഹയുണ്ട് റാണിപുരത്ത് കേട്ടോ. കയറാണ് കേട്ടോ, തിരിച്ച് കയറാണ്. ഇനി നിൽക്കുന്നില്ല, കാരണം ഇപ്പം തന്നെ 12 മണിയായി. താഴോട്ട് ഇറങ്ങണം, നല്ല വിശപ്പുണ്ട്. താഴെ ഇറങ്ങി വേണം എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട്. വെള്ളം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മേലെ കൂടി ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ കാഴ്ച കൂടി കണ്ടിട്ട് തിരിച്ചു വരാം നമുക്ക്. Look at this man. കണ്ടില്ലേ, കാഴ്ച കണ്ടില്ലേ? ഈ പാറയുടെ താഴെയാണ് കേട്ടോ നമ്മളുണ്ടായിരുന്നത് ആ ഗുഹ. അല്ലേ, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ, നമുക്ക് കാണാം, കാണിച്ചുതരാം. ഇതൊക്കെ ആൾക്കാർ വരുന്ന കേട്ടോ, ആ ഇങ്ങനെ വൃത്തിയായിരിക്കുന്നത്.
അല്ല, താഴെ കൂടിയാണ് കേട്ടോ നേരത്തെ ആദ്യത്തെ ട്രക്കിംഗ് പാത്ത്. ആ വഴി ഇങ്ങനെ കയറി. അത് പക്ഷേ ഇപ്പം അടച്ചിരിക്കുകയാണ്. ഇപ്പം പെർമിറ്റഡ് അല്ല കേട്ടോ, അനുവദിക്കുന്നില്ല. കാരണം ആന എല്ലാ സമയത്തും ആ ഭാഗത്ത് കാണും. നല്ല കാറ്റാണ് കേട്ടോ, ഏറ്റവും മേലെ നല്ല കാറ്റാ. വാ, ഏറ്റവും മേലാണ് കേട്ടോ. താഴെ നിന്ന് വരുമ്പോഴേ ഒരു ബ്രെഡ് ഓംലെറ്റ് വാങ്ങിയിട്ടുണ്ട്. അല്ലേ, ഈ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലിരുന്ന് കഴിക്കാനുള്ള ഉദ്ദേശമാണ്. അത്യാവശ്യം വിശപ്പടക്കണ്ടേ, അതല്ല പരിപാടി. എന്തേ വെള്ളം, ഞാൻ ബ്രെഡ് ഓംലെറ്റ്, ഞാൻ കുടിവെള്ളം. സിമ്പിൾ. റാണിപുരത്തിൻ്റെ കാഴ്ചകൾ ഒന്നുകൂടി കണ്ടോളൂ കേട്ടോ. തിരിച്ചിറങ്ങാണ് നമ്മൾ.